നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീഴുന്നത് പലപ്പോഴും നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ച് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ 1700 അതിൻ്റെ വില. അതാരാ തീരുമാനിച്ച്? അവരെന്നെ. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്യും. അതിൻ്റെ താഴെ പിന്നെ 600 രൂപയ്ക്ക്. ഇപ്പം നമ്മൾ പിന്നെ നമുക്ക് പറ്റാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് മാർക്കറ്റിൽ 600 രൂപ ഉണ്ടോ അല്ലേ എന്നൊന്നും നമ്മൾ നോക്കൂല. ഒരു ചെറിയ കഥയിലൂടെ ഒരു ചിന്തയിലേക്ക് എത്താമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാ. ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ വിശന്ന് വലഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. എവിടെന്നെങ്കിലൊക്കെ ഒരു പച്ചപ്പുല്ല് കിട്ടിയെങ്കിൽ തിന്നായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്നു പോവുകയാണ്. വേനലാണ്. അപ്പോൾ നടന്നിങ്ങനെ പോയി കുറേ എത്തിയിട്ട് എവിടെയും കാണുന്നില്ല. ഒരു വലിയ പാറയുടെ മുകളിൽ എത്തി. നടന്ന് പാറൻ്റെ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോണ്ട് താഴെ ഒരു ചെറിയ ചെരുവിൽ ഇങ്ങനെ നല്ല പച്ചപ്പുല്ല്. അപ്പോൾ ആ പച്ചപ്പുല്ല് കണ്ടപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ പച്ചപ്പുല്ലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു വിളി, ആട്ടിൻകുട്ടി ഇങ്ങോട്ട് പോരൂ, നിൻ്റെ വിശപ്പ് നിനക്കടക്കാം, ഇങ്ങ് പോരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെന്നായാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ആട്ടിൻകുട്ടി അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു. എന്തിനാ താമസിക്കുന്നത്, വേഗം വിശപ്പ് അടക്കി പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആട്ടിൻകുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ എൻ്റെ വിശപ്പല്ല മാറുക, നിൻ്റെ വിശപ്പാണ് മാറുക, അതുകൊണ്ട് ആ വഴിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു എന്നാണ് കഥ. നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീഴുന്നത് പലപ്പോഴും നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ച് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ പ്രലോഭിപ്പിക്കുമ്പോൾ അവർക്ക് അതിലൊരു താല്പര്യം ഉണ്ടാവും. നമ്മളെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങോട്ട് പോരൂ, ഇത് അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിനല്ല അവർ വിളിക്കുന്നത്, അവർക്ക് അതിലൊരു നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് പല കെണികളിലും പോയി വിടുന്നത്. നമ്മളെ കെണികൾ എന്നതിനപ്പുറം ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലേ? ഓൺലൈൻ പർച്ചേസിങ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. ഫ്ലിപ്കാർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആവശ്യമുള്ളതായിരിക്കും, അത്യാവശ്യമോ അല്ലെങ്കിൽ ആവശ്യമോ ഉള്ളതായിരിക്കാം. അപ്പോൾ അവിടെ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് തുറക്കുന്നു. നമ്മൾക്ക് ഉദ്ദേശിച്ചൊരു സാധനം, ഒരു പേനയാണെങ്കിൽ പേന, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങുന്നതോടുകൂടെ അതിൻ്റെ 1700 അതിൻ്റെ വില. അതാരാ തീരുമാനിച്ച്? അവരെന്നെ. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്യും. ഒരു ചുവന്ന ക്രോസ് ഉണ്ടാവും. അതിൻ്റെ താഴെ പിന്നെ 600 രൂപയ്ക്ക്. ഇപ്പം പിന്നെ നമുക്ക് പറ്റാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് മാർക്കറ്റിൽ 600 രൂപ ഉണ്ടോ അല്ലേ എന്നൊന്നും നമ്മൾ നോക്കൂല. 1200 മേലെ ക്രോസ് ചെയ്തതും തൊട്ട് താഴെ 600. പകുതി വിലക്കാണ് കിട്ടുക. പിള്ളപ്പിൻ്റെ പകുതി വിലക്കത് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സാധനം അപ്പം തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, ശരി. തൊട്ടപ്പുറത്ത് നെക്സ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. നമുക്കത് ആവശ്യമുണ്ടോ? നേരത്തെ നമ്മൾ എടുത്ത സാധനം ആവശ്യമുള്ളതാണ് വിചാരിച്ചോളേ. അടുത്തതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഈ ക്രോസിങ് ഉണ്ടല്ലോ, ഒരു ചുമന്ന വരയുണ്ട് ക്രോസ് ചെയ്തിട്ട്, അതിന് തൊട്ടപ്പുറത്തുള്ളത് വെച്ചാൽ 999 വില 222 കൊടുക്കുന്നു. അപ്പം നമ്മളെ മൈൻഡിലേക്ക് സാധനം ഇങ്ങനെ വരാം, ഈ സാധനം നമുക്ക് ആവശ്യമില്ലെങ്കിലും 222 അല്ലേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങാം. ഇവിടെ രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 222 999 സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തൊരു സാധനമാണ് സത്യത്തിൽ. ഇല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കും. നമ്മൾ മുമ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്യാം. അപ്പോൾ നേരത്തെ ആവശ്യമുള്ള സാധനവും 1200 വില ഇട്ടിട്ട് ക്രോസ് ചെയ്തിട്ട് 600 കൊടുക്കുമ്പോൾ, 600 നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പിന്നെ മാർക്കറ്റിലെ വില നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ചതിവിലോ അല്ലെങ്കിൽ നമ്മൾ അധിക വില കൊടുത്തിട്ടോ, മിക്കവാറും നമ്മൾ പറയാറുള്ളത് എന്താ അറിയോ, ഈ ഓൺലൈൻ പർച്ചേസിങ് ഭയങ്കര ലാഭമാണെന്നാണ്. ട്രഡീഷണൽ മാർക്കറ്റുകൾ അതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരൊക്കെ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ അവിടെ ഈ ഒരു വിഷയം അവിടെ വരുന്നുണ്ടോ, നമ്മളറിയാതെ നമ്മുടെ ക്യാഷ് എന്ത് ചെയ്യണ്ടോ, അടിച്ചു മാറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആവശ്യമായിരിക്കും. അല്ലേ, അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ എന്ന് വെച്ചാലേ, എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ്. പണി ചൂണ്ടയിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ചൂണ്ടയിടുന്ന ഒരു മീനും പട്ടിണി കടന്നിട്ടല്ല ചൂണ്ടയിൽ കൊടുക്കുന്നത്. അതെ.
പട്ടിണി ആയതുകൊണ്ടല്ലല്ലോ ചൂണ്ടില്ല, അതൊരാഗ്രഹം കൊണ്ട് കുത്തണാണ്, പിന്നെ തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ഓരോന്നിൽ കുത്തി നമ്മൾ ആവരുത്. അതെ അതെ തീർച്ചയായിട്ടും.